നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ പഴയ ട്രെയിൻ ടിക്കറ്റ്സോ ബസ് ടിക്കറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് വന്നോളൂ. നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജങ്ക് ജേർണലിങ് ചെയ്യാം. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ട്രെയിനൊക്കെ കയറി എവിടെയെങ്കിലും പോയി പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് അവസാനം കോഴിക്കോട് നിന്ന് കൊല്ലം പോയി 2 വർഷം പഠിച്ചതിൻ്റെ ഓർമ്മയാണ് കേട്ടോ ഈ ടിക്കറ്റ്സൊക്കെ. ഇതൊക്കെ ആ ഒരു ജേർണിയുടെ സ്റ്റാർട്ടിങ്ങിൽ എക്സൈറ്റ്മെൻറ്റിൽ എടുത്ത് വെച്ച ടിക്കറ്റ്സ് ആണ് കേട്ടോ. ബൈ ദ വൈ ഈ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യെ കുറഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് നൈറ്റൊക്കെ ട്രാവൽ ചെയ്യുക, സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കുക, ഇനി ഒരിക്കലും കാണില്ലെന്ന് ഉറപ്പുള്ള സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുക, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുക, പിന്നെ സ്ട്രേഞ്ചേഴ്സിനോട് വഴി ചോദിക്കുക, പ്ലാറ്റ്ഫോം നമ്പർ ചോദിക്കുക, അങ്ങനെ എല്ലാം എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ പിന്നെ ഒരു കാര്യം മനസ്സിലായി, എപ്പോഴും ഇങ്ങനെ ബുക്ക് ചെയ്ത് പോകുക എന്നുള്ളത് പോസിബിൾ അല്ല. അങ്ങനെ പയ്യെ പയ്യെ ഞാൻ ജനറൽ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് പോകാൻ തുടങ്ങി. പിന്നെ കുറച്ചധികം പൈസ സേവ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഒരു തിരിച്ചു പോക്ക് ഉണ്ടായില്ല കേട്ടോ. ലഗേജൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും, ബട്ട് സ്റ്റിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്ര ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാല് പോലും കുത്താൻ സ്ഥലമില്ലാതെ തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെയൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ കമ്പിയിലൊക്കെ വലിഞ്ഞു കയറി 9-10 മണിക്കൂർ ആ വേദനയൊക്കെ സഹിച്ചിരിക്കാൻ ഇപ്പം ഞാനൊരു എക്സ്പേർട്ടാണ്. അതുകൊണ്ട് തന്നെ എത്ര തിരക്കുള്ള ട്രെയിനാണെങ്കിലും ഇപ്പോൾ വലിഞ്ഞു കയറാനുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടെന്ന് പറയാൻ പറ്റും. ബൈ ദ ബൈ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞു. ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ മരം ശരിക്കും പറഞ്ഞാൽ എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തി കേട്ടോ. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ പെയിൻറ്റ് ചെയ്തിട്ടും അതൊരു വൃത്തിക്ക് വന്നില്ല. ഇത് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എപ്പോഴും ട്രെയിൻ കാത്ത് ഇരിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കാനും തോന്നിയില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.